Hello? Hello? The survey has covered the entire area and commissioned. Project and demo also... first phase കഴിഞ്ഞോ? Yes, sir. Let's see the second phase. Sure. നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഐ എം സോറി ഭദ്ര. ചുമ്മാ തിരിയടാ. ചന്ദ്ര, ഞാൻ നിന്റെ ഭാര്യയാണ്. ഐ ഡോണ്ട് നീഡ് യു ഫോർമാലിറ്റീസ്. ക്ഷമിക്ക്, അന്നേരം ഞാൻ കുറച്ച് ക്രൂലായിപ്പോയി. ക്ഷമിക്ക്. അതൊന്നും പുതിയ കാര്യമല്ലല്ലോ. അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി തന്നെ അറിഞ്ഞതല്ലേ. സ്റ്റിൽ ഐ ലവ് യു. വാട്ട് യു മീൻ സ്റ്റിൽ? അപ്പം നീ എന്നെ വെറുക്കുന്ന നിമിഷങ്ങളുണ്ട്. ഏതാ കൂടുതൽ? ഞാനിപ്പോ ചേർത്തല കഴിഞ്ഞു. ഹൈവേയിൽ നിൽക്കുക. ചേർത്തലയോ? എന്നോടൊരു വാക്ക് പോലും പറയാതെ. നിനക്ക് നേരത്തെ പറയായിരുന്നു. തന്നോട് ചോദിച്ചില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ വിളിച്ചത്. അപ്സെറ്റ് ആവല്ലേ പ്ലീസ്. വേറെ ഒരു അപ്സെറ്റിന്റെ പ്രശ്നമല്ല. ഇറ്റ്സ് എനിക്ക് അമ്മയെ കാണാൻ തോന്നി. നാളെ അച്ഛന്റെ ശ്രാദ്ധ. ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരും. അമ്മക്കെന്താ സാധു ഓർമ്മയില്ലേ? ഇങ്ങോട്ട് വന്നൂടെ? അവർക്കെന്താ നമ്മോടൊപ്പം വന്ന് നിന്നാല്? ഒറ്റക്ക് കഴിയണം, താൻ തോന്നി തരാം. ഇത് അമ്മയെന്ന് മോള് പഠിച്ചാണോ അതോ മോളിന്ന് അമ്മ പഠിച്ചോ? മോള് വരുന്നത് നോക്കി അമ്മ ഇത്രയും സമയം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇരുന്നിട്ട് എണീക്കാനേ വയ്യ. ഇവിടെ ഒരു പിടുത്തം. ഇവർക്ക് ഒരു അസുഖവും ഇല്ല. ഇന്നും കൂടി ഡോക്ടർ പറഞ്ഞതാ. അമേരിക്കയിൽ നിന്ന് മോന്റെ കത്ത് വന്നിരുന്നു. അടുത്ത മാസം വരത്രേ. വരും. അത് കത്താവാനേ വഴിയുള്ളൂ. നീ നാവ് വളയ്ക്കാതെ വരട്ടെ. കണ്ടിട്ട് എത്ര കാലായി. തീരെ കാണുന്നില്ല മോളെ. ജർമ്മനിന്ന് അയച്ച മരുന്ന് തീർന്നു. ജർമ്മനിയിലെ മരുന്നൊന്നും ഒഴിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇവിടെ ആരെങ്കിലും കാണിച്ചാലും മതിയാവും. ഓ, അച്ഛന്റെ ശ്രാദ്ധം അമ്മ ഓർക്കാത്തതാണോ അതോ എന്നോട് പറയാത്തതോ? ഒരു ദിവസവും മോള് മറക്കില്ലാന്ന് എനിക്കറിയാം. അമ്മ എന്നോടൊപ്പം വരണം. ഞാനും ചന്ദ്രനും കൂടെ നാളെ ബലിയിടാം. വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കാൻ, നിന്റെ അച്ഛന്റെ ആത്മാവിനോട് സംസാരിക്കാൻ ഇവിടെ മതി. മോളെ, നേര് പറയണം. നീ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ? നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാത്തിൽ നിന്നും നിന്നെ ഞങ്ങൾ വേർപെടുത്തി. നീയോ ഒക്കെ മറന്നവളെ പോലെ അഭിനയിച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. പക്ഷെ നിന്റെ കളിയും ചിരിയും നിന്നിൽ നിന്നും തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നും വേദനിച്ചിരുന്നു. ഈ ലോകത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നീയാണെന്നും എന്നോട് പറഞ്ഞു. എന്റെ 1000 ഷാഢ്യങ്ങൾക്ക് വഴങ്ങി തന്ന അച്ഛൻ എന്റെ ഒരു ഇഷ്ടത്തിനല്ലേ എതിര് നിന്നുള്ളൂ. എനിക്ക് വെറുക്കാൻ കഴിയില്ല. അച്ഛന്റെ ആത്മാവ് വേദനിക്കാതിരിക്കണമെങ്കിൽ മോൾ ഒരുപാട് മാറണം. അമ്മ ഇവിടെ ഇരുന്ന് അസ്തമയാകാശത്തെ കാണാറുണ്ടോ? കാറ്റിനെ തേടി ഞാൻ ഈ സൂര്യന്റെ കേൾവി സ്പർശിക്കുവാൻ, എൻ കാഴ്ച തേടുകയാണ് അവനെന്നരികിൽ വന്നണയുവാൻ. ഇന്നത്തെ വൈകുന്നേരം അതും കണ്ട് അമ്മയുടെ മടിയിൽ കിടക്കാൻ കൊതിച്ച ചാടി പുറപ്പെട്ടത്. പക്ഷെ ഞാനുടനെ പോവാ. ഇന്ന് ചന്ദ്രൻ എന്നെ പ്രതീക്ഷിക്കില്ലെങ്കിലും സന്ധ്യയ്ക്ക് മുമ്പ് ഞാനങ്ങെത്തും. അമ്മയ്ക്കൊരപേക്ഷയുണ്ട്. നീ ഇപ്പൊ ആകാശത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ എന്നും കാണുന്ന ആകാശമല്ല നീ കണ്ടത്. തീർച്ചയായും നീ നിന്റെ കവിതകൾ എഴുതണം. ശിവപുരം ഗ്രാമം വിട്ടതോടെ നീ എല്ലാം അവസാനിപ്പിച്ചു. പൂക്കളെയും മലകളെയും പുഴകളെയും കുറിച്ചെല്ലാമുള്ള നിന്റെ കവിതകൾ നിന്നിൽ നിന്ന് അതും തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ്
നിന്റെ അച്ഛൻ കണ്ണീരൊഴുക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ എഴുതി കാണുമെന്ന് ആ പാവം കൊതിച്ചു. പക്ഷേ പറയാൻ ധൈര്യം പോരായിരുന്നു. ഇപ്പൊ നീ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ നിനക്കിതൊക്കെ വീണ്ടും എഴുതാൻ കഴിയും. നീ പഴയ പത്രിയാകും. എന്താ, ശ്രമിക്കൂ? അമ്മ ചന്ദ്രൻ. ഹലോ. ആ വരും വരും വരും. ചൂടാകല്ലേ. ഇല്ലേ ഇല്ല, 50-നപ്പുറം ഞാൻ വണ്ടി ഓടിക്കില്ല. ഞാൻ വന്നിട്ടേ പുറത്തു പോകാവൂ. ആ ഇപ്പൊ തിരിക്കാം. നിങ്ങളിൽ ആരാ നന്നായിട്ട് അഭിനയിക്കുന്നത്? അമ്മയെ നീ വേണ്ടത്ര നിർബന്ധിച്ചിട്ടുണ്ടാവില്ല. അമ്മ വരില്ല. നമ്മൾ രണ്ടാളും മാത്രമല്ലേ വീട്ടിലുള്ളൂ. നിനക്കൊരു കൂട്ടായിട്ടെങ്കിലും. അമ്മയ്ക്കും അതറിയാം. പിന്നെന്താ വരാത്തത്? ആരോടാ ഈ വാശി? ചന്ദ്ര പ്ലീസ്, നമുക്ക് ആ വിഷയം വിടാം. എന്റെ ഓഫീസിലുള്ളവർ എന്തും ചോദിച്ചു. മദർലോ എന്റെ ഓൾഡ് ഏജ് ഹോമിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ എന്ന് ഞാൻ പറയണോ? നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണിത്. എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെന്ന്. ഒരാളുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തിനാ എതിര് നിൽക്കുന്നത്? ഇഷ്ടം ഇതിന് ഇഷ്ടമെന്നല്ല വിളിക്കേണ്ടത്, തന്നിഷ്ടം. നിങ്ങൾ അഹങ്കാരികളാണ്. നിന്റെ അമ്മയ്ക്ക് മുഴുത്ത അഹങ്കാരം. ഭർത്താവ് മരിക്കും വരെ സ്വന്തം ഇഷ്ടങ്ങൾ എന്തെന്ന് ഒരിക്കൽ പോലും അറിയിക്കാതെ ജീവിച്ച പാവ അമ്മ ഇനിയെങ്കിലും അവരുടെ താല്പര്യത്തിന് ജീവിക്കട്ടെ. അമ്മയെ കുറ്റപ്പെടുത്തി എന്നെ ചൊടിപ്പിക്കാമെന്ന് വെച്ചാ നടക്കില്ല. ഞാനും എന്റെ മനസ്സും ഇനി ശാന്താണ്. വേദാന്തം സുഭദ്രാനന്ദ ദേവി പേരെപ്പോഴാണാവോ കിട്ടുക? വേദാന്തി സത്യമല്ലേ പറയാവൂ? ഒരു സത്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിച്ചു അമ്മ എന്തേ നമ്മോടൊപ്പം വന്ന് നിൽക്കാത്തേന്ന്. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലെന്ന് അമ്മയ്ക്കറിയാം. നിങ്ങളുടെ അമ്മയും സിസ്റ്റേഴ്സും എന്താ ഇവിടെ വന്ന് നിൽക്കാത്തെ? അവർക്ക് ഞാൻ ശരിയല്ല. നീ ഇപ്പൊ പറഞ്ഞതിലാണ് കുറച്ച് ശരിയുള്ളത്. തീർന്നില്ല, ഒരു സത്യം കൂടിയുണ്ട്. അമ്മ ആഗ്രഹിച്ച ഭദ്രയുടെ ജീവിതം ഇതല്ല. എന്താണ് എന്റെ അമ്മ ആഗ്രഹിച്ചത്? എന്താ എന്നെ കുറിച്ചുള്ള എന്റെ എക്സ്പെക്ടേഷൻ? ടെൽമി, എന്ത് കോപ്പ നിനക്ക് വേണ്ടത്? ഒരു പെണ്ണിന് വേണ്ടതൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട്. അതിന് കഴിയുമെന്ന് അറിഞ്ഞതിന് ശേഷമാ നിന്നെ വിവാഹം കഴിച്ചതും. എന്തായി പറഞ്ഞത്? പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനക്കുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓ, റസ്പൊട്ടിന്റെ അഹങ്കാരം. അതെ, നിന്നേക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരുപാട് പെൺകുട്ടികൾ എന്നെ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. റസ്പൊട്ടിനൊരു വിഡ്ഢി കൂടിയായിരുന്നു. റഷ്യൻ കൊട്ടാരത്തിലെ എല്ലാ സ്ത്രീകളും അയാളെ കാമിച്ചിരുന്നു എന്ന് വിശ്വസിച്ച വിഡ്ഢി. എന്നിൽ നിന്ന് വേർപെട്ട് സുഖമായി ചന്ദ്രൻ കിടന്നുറങ്ങുമ്പോൾ ഒരു ഭാരം ഒഴിഞ്ഞ ആശ്വാസം മാത്രം എനിക്ക്. ഉറക്കം വരാതെ യാമങ്ങൾ അഴിഞ്ഞു നീങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്ന അപമാനം, സങ്കടം. അപ്പോഴൊന്നും ഒരു വിഡ്ഢിയുടെ വിഷം ഞാൻ ചന്ദ്രൻ നൽകിയിട്ടില്ലായിരുന്നു.
നിന്റെ മറയിട്ടൊരോർമകൾ പുണ്യം മൃദുലമില്ലാതിക്കുമ്പോൾ കാലം കെടുത്തിയ കാർത്തിക ദീപ്തികൾ താനേ തിളങ്ങുകയാണോ കൽത്താമരപ്പൂവിതളുകൾ പിന്നെയും കാറ്റിൽ ചീഫിനോട് പറയാതെ ഞാൻ പോന്നത്. നിന്റെ രോഗികള് നിന്നെ കാണാൻ നിലവിളിക്കില്ലേ? കളിയാക്കാതെ ഒന്നിരുന്നോട്ടെ. ഉം. ഇന്നലെ ഞാൻ ആകെ കൊളാക്കിയില്ലേ. രാവിലെ ഒരു സോറി പോലും പറയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എനിക്ക് ഒരു സുഖവും തോന്നിയില്ല. പറയുന്നതും ചെയ്യുന്ന ഒക്കെ കൊള്ളാം. എന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാ ചീഫ് വിചാരിച്ചിട്ടുണ്ടാവുക. താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. ഇതെന്റെ തന്തയുടെ ഓഫീസല്ല. Now I am terribly busy. ഓഹോ. വെറുതെ ആളാവല്ലേ. ഒന്നും നേരെ ആത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന്. ദേഷ്യം വരുമ്പോ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു നിമിഷം കഴിയാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ തല്ലേ കൊല്ല് എന്ത് വേണമെങ്കിൽ ആയിക്കോ. ഇപ്പൊ താൻ്റെ കൂടെ വരണം.